ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നിയമസഭ മന്ദിരമാണ്. ഇതുവഴി പോയപ്പോൾ ഇവിടെ കുറേ ലൈറ്റിങ്ങും കാര്യങ്ങളും അടിപൊളിയായിട്ടുള്ള ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ ബുക്ക് ഷോ നടക്കുമായിരുന്നു. അത് നമ്മൾ അറിയാതെയാണ് കയറിയത്. ഒരുപാട് ആളുകൾ പുറത്ത് നിൽക്കുന്നത് കണ്ടിട്ട് കയറി നോക്കിയപ്പോഴാണ് അവിടെ ബുക്ക് ഷോ നടക്കുന്ന കാര്യവും ഒത്തിരി ലൈറ്റ്സിൻ്റെ അടിപൊളി ഭംഗിയുള്ള അലങ്കാരങ്ങളും ഒക്കെ കാണാൻ വേണ്ടി സാധിച്ചത്. മാത്രമല്ല, ഏറ്റവും ഞെട്ടിച്ച കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മധു ബാലകൃഷ്ണ സാറിൻ്റെയും അതുപോലെ തന്നെ രാജലക്ഷ്മി മാഡത്തിൻ്റെയും അടിപൊളി ഒരു മ്യൂസിക്കൽ ഷോ ഉണ്ടായിരുന്നു. അവർ മാത്രമല്ല കേട്ടോ ഉണ്ടായിരുന്നത്, ഒരുപാട് ബ്രില്യൻ്റ് ആയിട്ടുള്ള സിംഗേഴ്സ് ഉണ്ടായിരുന്നു. കയറിയില്ല എങ്കിൽ ഭയങ്കര ഒരു മിസ്സായി പോയേനല്ലോ എന്ന് കരുതി, ഭയങ്കര നഷ്ടമായി പോയേനല്ലോ എന്ന് തോന്നിപ്പോയി. അത്രയ്ക്ക് അടിപൊളി മ്യൂസിക്കൽ ഷോ ആയിരുന്നു. എൻ്റെ ദൈവമേ, സാറിൻ്റെ ഒരു സിംഗിങ് എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ ഒരു ലെവൽ അടിപൊളിയായിരുന്നു. കേട്ടുകൊണ്ടിരിക്കാൻ തന്നെ സത്യം പറഞ്ഞാൽ എനിക്ക് പാട്ടുകളോട് ഭയങ്കര ക്രേസുള്ള, അത് കേട്ടുകൊണ്ടിരുന്നാൽ അതിലിങ്ങനെ അലിഞ്ഞു ചേർന്ന് പോകുന്ന സ്വഭാവമാണ്. എനിക്ക് അത്രയ്ക്കും പാട്ടുകളോട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ സാറ് പാടിയ സോങ്സ് നമ്മൾ നേരിട്ട് ഡയറക്റ്റായിട്ട് ലൈവായിട്ട് കേൾക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീലിങ്സ് അടിപൊളിയായിരുന്നു. കയറിയില്ല എങ്കിൽ ഭയങ്കര നഷ്ടമായിരുന്നു. അങ്ങനത്തെ ഒരു മ്യൂസിക് ഷോ ആയിരുന്നു. വേറെയും സിംഗേഴ്സ് ഉണ്ടായിരുന്നു. എനിക്ക് പേര് അറിയത്തില്ല. ഞങ്ങൾ ഏകദേശം ഒരു പകുതിയോളം ആ ഒരു ഷോ ആയ സമയത്താണ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ പേരൊന്നും അനൗൺസ് ചെയ്ത സമയത്ത് ഞങ്ങളില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്കത് അറിയാൻ പറ്റിയില്ല. ഭയങ്കര ഫേമസ് ആയിട്ടുള്ള സിംഗേഴ്സാണ്. പക്ഷേ അവരുടെ പേരെനിക്കത്ര അറിയത്തില്ല. അവർ ഷോയിലും കാര്യങ്ങളും റിയാലിറ്റി ഷോസിലൊക്കെ ഉണ്ടായിരുന്നവരൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ലൈറ്റ്സൊക്കെ കണ്ട് അതിൻ്റെ സൈഡിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോഴാണ് ഏതൊക്കെ ബുക്സാണ് ഉള്ളിലുള്ളത്, ബുക്ക് ഷോയിൽ വെച്ചിട്ടുള്ളത് എന്നൊക്കെ അതിൻ്റെ ഒരു വലിയ ലിസ്റ്റും ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതാണ് എൻട്രി. ഇനി നിങ്ങൾ പ്രോഗ്രാം കാണും കേട്ടോ.
തിര തിര മറുതിരതുള്ളും ചെറുകരയോളം മകരയോളം തിര 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 ചെറുതിരതുള്ളും തിര 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 മറുതിരതുള്ളും ചെറുകരയോളം മകരയോളം ഒരു തിര തിര ഇരുതിര തിര ചെറുതിര തിര മറുതിര. അത് കഴിഞ്ഞ് പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇറങ്ങി റോഡിലെത്തിയപ്പോഴേക്കും അമ്പലത്തിലെ ഉത്സവത്തിൻ്റെ ഘോഷയാത്ര പോലെ തെയ്യം, ചെണ്ടമേളം, പിന്നെ ഭഗവാനെ ആനപ്പുറത്ത് കൊണ്ടുവരുന്ന ആ ഒരു ചടങ്ങും ഒക്കെ ഉണ്ടായിരുന്നു. അത് കുറേ നേരം കണ്ടു നിന്നു. പിന്നെ എൻ്റെ മോൻ്റെ ഏറ്റവും ഇഷ്ടമുള്ളതും ഏറ്റവും ആഗ്രഹവും ഫേവറേറ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെയ്യമാണ്. തെയ്യം, കഥകളി ഇതുപോലുള്ള ക്ഷേത്രകലകളോടാണ് അവന് ഏറ്റവും കൂടുതൽ ഇഷ്ടവും അവൻ്റെ ആഗ്രഹവും അവൻ്റെ ഒരു സ്വപ്നവും ഒക്കെ. എന്താണെന്നറിയത്തില്ല. ഞാൻ കുറേ ഉത്സവങ്ങൾക്കൊക്കെ കൊണ്ടുപോകുന്നത് കൊണ്ടും അമ്പലത്തിലൊക്കെ കൊണ്ടുപോകുന്നത് കൊണ്ടാണെന്ന് തോന്നുന്നു അവന് അങ്ങനെ ഒരു ഇഷ്ടം വരാൻ കാരണം. അവന് ഭയങ്കര ഇഷ്ടമാണ് തെയ്യമൊക്കെ കാണാനായിട്ട്. ആ വരുന്നതിന് കുറച്ച് മുന്നേ കൂടെ തെയ്യത്തിൻ്റെ കാര്യവും സംസാരിച്ചിരുന്നതേ ഉള്ളൂ. അങ്ങനെ അവൻ അതൊക്കെ കാണിച്ചു കൊടുത്തു. അവൻ ഒത്തിരിയധികം സന്തോഷമായി, ഭയങ്കര സന്തോഷമായി. കുറേ ചെണ്ടമേളക്കാരും ഒക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം ഞങ്ങൾ ഒരു ജ്യൂസ് കുടിക്കാനായിട്ട് ഹോട്ടലിലേക്ക് പോയായിരുന്നു. ആലിബാബയിലാണ് കയറിയിട്ടുണ്ടായിരുന്നത്. ഇത് കുറച്ചധികം സമയം ഘോഷയാത്ര ഉണ്ടായിരുന്നു. അവർ ഫ്രണ്ടിലേക്ക് പോയപ്പോഴും ഞാൻ ആനയും കൂടെ കണ്ടിട്ട് ആനപ്പുറത്ത് ഭഗവാനെയും കൂടെ കൊണ്ടുവരുന്നത് കണ്ടതിന് ശേഷമേ വരുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് വീഡിയോസ് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതുപോലെ ഘോഷയാത്രയും ആസ്വദിച്ച് നിൽക്കുകയായിരുന്നു. അതിനുശേഷം ഹോട്ടലിലേക്ക് വന്നു. അവിടെ ഒരു ഓട്ടോറിക്ഷ കൊടുത്തിട്ടുണ്ട് കേട്ടോ. വെറുതെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. അവനതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അവനതിൽ തന്നെ ഓടി ചാടി കയറി, ചെന്ന ഉടനെ തന്നെ കയറിയിരുന്നു. എന്നിട്ട് എത്ര വിളിച്ചിട്ടും വരുന്നുണ്ടായിരുന്നില്ല. അവനത് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അതിനുശേഷം ഒരു അക്വേറിയം കൊടുത്തിട്ടുണ്ട്. പല സ്ഥലങ്ങളിലും പല ഹോട്ടൽസും പല സ്ഥലങ്ങളിലും നമ്മൾ അക്വേറിയം, ഫിഷ് ടാങ്ക് ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിലും ഇത് ഭയങ്കര അടിപൊളിയായിരുന്നു കാണാനായിട്ട്. അവിടുത്തെ ഫിഷ് ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാലും അവരുടെ ആ ഒരു ഡെക്കോർ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാലും ഒക്കെ ഭയങ്കര ഭംഗിയാണ്. എനിക്ക് എത്ര വീഡിയോ എടുത്തിട്ടും മതിയാവുന്നില്ലായിരുന്നു. അത്രയ്ക്ക് ഭംഗിയായിരുന്നു. ഒന്നാമത് ഈ മീനിന് ഭയങ്കര ക്രേസുള്ള ആളാണ് ഞാനും ചേട്ടനും ഒക്കെ ഒരുപോലെ. എത്ര മീനുകളാണ് വീട്ടിൽ വാങ്ങി കൂട്ടിയിട്ടുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് കണക്കില്ല. അത്രയ്ക്കും ഇഷ്ടമാണ് മീനുകളോട്. അപ്പോൾ എനിക്ക് വീഡിയോ എടുത്തിട്ടും എത്ര വീഡിയോ എടുത്തിട്ടും മതിയാവുന്നുണ്ടായില്ല. നല്ല ഭംഗിയുണ്ടായിരുന്നു. എല്ലാ മീനുകളും നല്ല ഭംഗിയുണ്ടായിരുന്നു. മൊത്തത്തിൽ ആ ഒരു ഫിഷ് ടാങ്ക്, അക്വേറിയം കാണാനായിട്ട് നല്ല ഭംഗിയായിരുന്നു. അവർ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുറേ നേരം അതിനെയൊക്കെ നോക്കി നിന്നിട്ടുണ്ടായിരുന്നു. നമ്മളൊക്കെ വീട്ടിൽ ഇതുപോലെ ടാങ്കൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മീൻ കിടക്കില്ല, എപ്പോഴും ചത്തുപോവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനങ്ങനെ മേടിച്ചിടാറില്ല. അപ്പോൾ ഞാൻ അവിടെ ബാക്ക് ക്യാമറയും ഫ്രണ്ട് ക്യാമറയൊക്കെ ഓൺ ചെയ്തിട്ട് ഞാനിങ്ങനെ ഒന്ന് നോക്കുമായിരുന്നു. കാരണം എല്ലാവർക്കും വീഡിയോ എടുത്ത് കൊടുക്കാനായിട്ട് വ്ലോഗൊക്കെ ചെയ്യാൻ ആരെങ്കിലും എടുത്തു കൊടുക്കുമല്ലോ. ഞാൻ കുറേ തവണ ഇത് സത്യം പറഞ്ഞാൽ ആക്ടിങ് ആണ് ഞാൻ ഈ കാണിക്കുന്നതൊക്കെ. ഇത് വേറെ ആരും വീഡിയോ എടുത്തു തന്നതല്ല. ഞാൻ സ്വന്തമായിട്ട് ബാക്ക് ക്യാമറയിൽ വീഡിയോ എടുക്കുവാണ്. എങ്ങനെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. എല്ലാവർക്കും വ്ലോഗൊക്കെ എടുത്തു കൊടുക്കുന്നത് വേറെ ആരെങ്കിലുമൊക്കെ ആയിരിക്കുമല്ലോ. ചേട്ടനോട് കുറേ തവണ ബാക്ക് ക്യാമറയിൽ എൻ്റെ ഒരു വീഡിയോ എടുത്തു തരാൻ പറഞ്ഞിട്ട് എടുത്ത് തന്നില്ല. കുറേ തവണയെന്ന് പറഞ്ഞാൽ 2-3 വട്ടം പറഞ്ഞു, എടുത്ത് തന്നില്ല. അപ്പോൾ ഞാൻ സ്വന്തമായിട്ട് ക്യാമറയൊക്കെ ഇങ്ങനെ വെച്ചിട്ട് ആക്ട് ചെയ്യുവാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ടാറ്റാ.